അസ്സലാമലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. അതുപോലെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പറയാൻ പോകുന്നത് ഹാജത്ത് നിസ്കാരത്തെ പറ്റിയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും ഉദ്ദേശങ്ങൾ പൂർത്തിയാകാനും അതുപോലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറാനും നാം നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം. ഇത് 12 റക്അത്താണ്. 2 റക്അത്താണെന്നും പറയപ്പെടുന്നുണ്ട്. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. അടുത്ത 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. ഇങ്ങനെ 6 പ്രാവശ്യം നിസ്കരിച്ച് സലാം വീട്ടുക. ഇതിൻ്റെ നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ്. ഇതിൽ ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂനെയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതി നിസ്കരിക്കുക. ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇങ്ങനെ ഓരോ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷവും സലാം വീട്ടി ദുആ ചെയ്യുക. ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഓരോ നിസ്കാര ശേഷവും നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഇത് നമുക്ക് ഏത് സമയത്തും നിസ്കരിക്കാവുന്നതാണ്. അള്ളാഹു ഉത്തരം നൽകും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ നിസ്കരിക്കുക. ശനിയാഴ്ച പ്രഭാതത്തിൽ നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പും അതുപോലെ സുബഹിൻ്റെ മുമ്പോ ശേഷമോ നിസ്കരിക്കാം. നിസ്കരിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ ഉത്തരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. വിശുദ്ധ ഖുർആനിലുണ്ട്, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ്. നാം വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാണ്. ജോലി ശരിയാവാനും കടം വീടാനും വീട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ മക്കളുടെയും ഭർത്താവിൻ്റെയും മോശം സ്വഭാവം മാറാനും ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇത് നിസ്കരിക്കാം. അതുപോലെ നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനും ഈ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉത്തരം ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും.